ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 9th ചാപ്റ്ററായ ഹെർട്ട് നോട്ട് ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഹെർട്ട് നോട്ട് ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പരിസ്ഥിതി അല്ലെ. അപ്പൊ അതിനെ എന്താണ്? ഹെർട്ട് ചെയ്യാതെ, നോവിക്കാതെ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം പരിസ്ഥിതിയെ നോവിക്കാതെ എന്നുള്ള ഇത് അല്ലെ. നോക്കൂ, ഹൗ ബ്യൂട്ടിഫുൾ അവർ കേരള ഈസ്. വി ഹാവ് കൗണ്ട്ലെസ് scenic beauty around us. At the same time, we can also see some painful sights caused by unscientific human interventions. Such pictures are given below. Observe them. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ കേരളം എത്ര മനോഹരമാണ് അല്ലെ. കണ്ണിന് കുളിർമ നൽകുന്ന എത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. എന്നാൽ മനുഷ്യന്റെ എന്താണ് അൺസയന്റിഫിക് ആയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടുണ്ടായ ചില നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ എന്താണ് നമുക്ക് കാണാൻ കഴിയില്ലേ. അവയുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. മുകളിൽ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ കേരളത്തിനെ കുറിച്ച്. പക്ഷെ ആൾക്കാർ എന്താണ് വേസ്റ്റും ഇതൊക്കെ വെച്ചിട്ട് എന്താണ് കയറിയും എന്താണ് പുഴയിലൊക്കെ വേസ്റ്റ് എറിഞ്ഞാൽ ഇതാക്കണ്ടല്ലേ, വേസ്റ്റ് കൂടി കിടക്കുന്നത് അതുപോലെ കത്തിക്കുന്നത് അല്ലെ. ഇതൊക്കെ എന്താ അൺസയന്റിഫിക് മെത്തേഡ് ഓഫ് ആൾക്കാരത് അല്ലെ. മനുഷ്യന്മാരെ എന്താണ് ഈ രീതിയിൽ ഇടപെടുമ്പോൾ എന്താണ് നമ്മുടെ നേച്ചർ ആകെ താറുമാറാവുകയാണ് അല്ലെ. വാട്ട് സൈറ്റ്സ് ഡു യു സീ? എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്ന കാഴ്ച? Organisms that suffocate due to fumes released while burning solid waste including plastic. എന്താണ് ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സോളിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, അത് കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം എന്താണ് ശ്വാസം മുട്ടുന്ന ഓർഗാനിസംസ് അല്ലെ. എന്താണ് പിന്നെ സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസ് ഡ്യൂ ടു ദ ഡംപിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. എന്താണ് ഈ പ്ലാസ്റ്റിക്കും അതുപോലെ എന്താണ് പിന്നെ പറയുന്നത് എന്താണ് ഈ സോളിഡ് വേസ്റ്റുകളും വലിച്ചെറിഞ്ഞത് മൂലം എന്താണ് ഒഴുക്ക് നിലച്ച വാട്ടർ ബോഡീസ് അല്ലെ. സോളിഡ് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയുമ്പോൾ എന്താണ് ഈ ഒഴുക്ക് നിലക്കുകയാണ് അല്ലെ, അവിടെയൊക്കെ തങ്ങി നിന്നിട്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഈ പുഴകള് അങ്ങനത്തെ തോട് അങ്ങനത്തെ ഒക്കെ അല്ലെ. ഹാവ് യു സീൻസ് ഇങ്ങനത്തെ സൈറ്റുകളാണ് ഇവിടെ കാണുന്നത് അല്ലെ. ഹാവ് യു സീൻ സച്ച് സൈറ്റ്സ്? നിങ്ങൾ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ ചുറ്റുവട്ടം നോക്കിയാൽ മനസ്സിലാവും, കാണും അല്ലെ. ലിസ്റ്റ് സച്ച് സിറ്റുവേഷൻസ് യു ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദം. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളും അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും എന്താണ് ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷൻസും പ്രോബ്ലംസും ആണ് കേട്ടോ, സന്ദർഭവും അതുപോലെ എന്താണ് അതിന്റെ പ്രശ്നങ്ങളും. ഓക്കെ, പ്ലാസ്റ്റിക് ബീങ് ബേൺഡ്. എന്താണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നു, അതിന്റെ പ്രോബ്ലംസ് എന്താണ് എയർ ഗെറ്റ്സ് പൊള്യൂട്ടഡ് ഡ്യൂ ടു സ്മോക്ക് അല്ലെ. എന്താണ് പുക മൂലം എന്താണ് ഈ എയർ എന്താണ് മലിനമാകുകയാണ് അല്ലെ. You might have recognized some of the problems caused by pollution. Let's explore more about pollution. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. എന്താണ് you might have recognized some of the problems caused by pollution. Pollution എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് മലിനീകരണം അല്ലെ. Let's explore more about pollution. എന്താണ് ഈ പൊല്യൂഷൻ വരുത്തി വെക്കുന്ന ചില പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം. ബേണിംഗ് ഓഫ് ഗാർബേജ് ആൻഡ് എയർ പൊല്യൂഷൻ. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ബേണിംഗ് എന്ന് പറഞ്ഞാൽ കത്തിക്കുക അല്ലെ. ഈ ഗാർബേജ് കത്തിക്കലും എന്താണ് എയർ പൊല്യൂഷനും ഓക്കെ വായു മലിനീകരണമാണ് കേട്ടോ. Which are the substances produced when solid waste including plastic are burned? Won't there be unburned remains while burning plastic and other materials? What will happen to these unburned remains when it rains? What are the consequences of such situations? Analyze the illustration given below and write your findings in the science diary. എന്താണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സോളിഡ് മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാതെ അവശേഷിക്കുന്ന വസ്തുക്കളും ഉണ്ടാകില്ലേ? മഴ പെയ്യുമ്പോൾ ഈ അവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം എന്താണ് വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടെത്തലുകൾ സയൻസ് ബുക്കിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ ഇവിടെ നോക്കിയേ. ഇവിടെ ബേണിംഗ് വേസ്റ്റ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് അല്ലെ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് സ്മോക്ക് വരുന്നുണ്ട് അല്ലെ. എന്താണ് പുക വരുന്നുണ്ട്. പുക എവിടെയൊക്കെ എയറിലേക്ക് വായുവിലേക്ക് അല്ലെ. അതെന്താണ് നമ്മൾ ബ്രീത്ത് ചെയ്യാണ് അല്ലെ. മാൻ ആനിമൽ പ്ലാന്റ്സ് ഒക്കെ എന്താണ് ബ്രീത്ത് ചെയ്യുക ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്ക് വേസ്റ്റ് മെറ്റീരിയൽ കത്തിക്കുമ്പോൾ പിന്നെ എന്താണ് അൺബേൺഡ് റിമൈൻസ് വരും അല്ലെ. സ്മോക്കും വരും, പുകയും വരും, പിന്നെ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങളും വരും അല്ലെ. അതിലൂടെ എന്താണ് വാട്ടറിൽ ആവുമ്പോൾ എന്താണ് വെള്ളത്തിലാവുമ്പോൾ എന്താണ് അത് നമ്മൾ ഫോർ ഡ്രിങ്കിങ് കുടിക്കും. ആരും ആനിമൽസും പ്ലാന്റ്സും ഒക്കെ കുടിക്കും അല്ലെ. അപ്പൊ അത് പ്രശ്നമാണ്. ദെൻ അൺബേൺഡ് മെറ്റീരിയൽസ് വാട്ടറും സോയിലും ഉണ്ട് അല്ലെ. സോയിലും എന്താണ്
മണ്ണ് അല്ലെ, അതിനെന്താണ് ഹാബിറ്റാറ്റ് ആണ്. അത് മാനിനെ അനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ഒരു ഹാബിറ്റാറ്റ് പ്ലേസ് ആണ് അല്ലെ. അതും എന്താണ്, അതും പ്രശ്നമാണ് അല്ലെ. അപ്പൊ ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്, വേസ്റ്റ് മെറ്റീരിയലും അതുപോലെ വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക് ഉൾക്കൊണ്ടിട്ടുള്ള എന്താണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നത് കണ്ടില്ലേ. രണ്ടിതായിട്ട് വരും, സ്മോക്കായിട്ട് വരും, അൺബേൺഡ് റിമെയിൻസ് ആയിട്ട് വരും അല്ലെ. സ്മോക്ക് എയറിലാണ് പോകുന്നത് അല്ലെ, അത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, അത് മനുഷ്യന് ഹാനികരാണ് അല്ലെ. അതുപോലെ എന്താണ് കത്തി തീരാത്ത സാധനങ്ങൾ വാട്ടറിലും സോയിലും വരും. അപ്പൊ കുടിക്കാനും നമ്മൾ നിൽക്കുന്ന പ്ലേസും ഒക്കെ ആണ് അല്ലെ. അതൊക്കെ മാനിന് അനിമൽസിന് എന്താണ് ഹാംഫുൾ ആണ് അല്ലെ. ഓക്കെ, now you are convinced that the smoke and unburned remains generated by burning waste including plastic have an adverse impact on air, soil, water and living organisms. What chemical substances are present in the smoke produced when plastic is burned? How do they affect our health? Analyze the table given below and find it out. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക അല്ലെ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്ന വഴി ഉണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ എന്താണ് എയറിലും സോയിലും വാട്ടറിലും അതർ ഓർഗാനിസംസിനൊക്കെ എന്നിവയെ എല്ലാം എന്താണ് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയില് ആ സ്മോക്കില് എന്തൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാകും, അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിള് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് വെൻ വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക് ആർ ബേൺഡ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എന്താന്ന് നമുക്ക്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇത് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഹെൽത്ത് ഇഷ്യൂസ് അഫക്റ്റിംഗ് ഹ്യൂമൻസ്, അത് മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എന്താണ് ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഡയോക്സിൻസ് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് എങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ കാർബൺ മോണോക്സൈഡിലൂടെ നോക്കൂ, ഈവൻ വെൻ എ സ്മോൾ എമൗണ്ട് റീച്ചസ് ദ ബോഡി പ്രോബ്ലംസ് ലൈക്ക് എ ഹെഡേക്ക്, ഫാറ്റിക്, ബ്ലഡ് വിഷൻ ആൻഡ് മെമ്മറി ലോസ് ഒക്കേഴ്സ്. ഇൻഹേലേഷൻ ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് ലീഡ്സ് ടു ഡെത്ത്. എന്താണ്, കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ എന്താണ് നമുക്ക് ഈ കാർബൺ മോണോക്സൈഡ് കുറഞ്ഞ അളവിൽ പോലും നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ എന്താണ് നമുക്ക് തലവേദന, പിന്നെന്താണ് ഫാറ്റിക് ക്ഷീണം, പിന്നെ ബ്ലഡ് വിഷൻ എന്താണ് കാഴ്ച മങ്ങല്, പിന്നെ മെമ്മറി ലോസ് ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ കൂടിയ അളവിലാകുമ്പോൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമാകുന്നു. കുറഞ്ഞ അളവിലാകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ അല്ലെ. അപ്പൊ കൂടുതൽ അളവ് ആകുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് എന്താണ് മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് അല്ലെ. ദെൻ സൾഫർ ഡയോക്സൈഡ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇത് സൾഫർ ഡയോക്സൈഡ്. ഹെൽത്ത് ഇഷ്യൂ അഫക്റ്റിംഗ് ഹ്യൂമൻസ്, അപ്പൊ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ് സൾഫർ ഡയോക്സൈഡിലൂടെ കോസസ് കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്. എന്താണ് ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എന്താണ് കാർഡിയോ വാസ്കുലറിലും അതുപോലെ എന്താണ് റെസ്പിറേറ്ററി ഡിസീസുമാണ് ഉണ്ടാവുന്നത് അല്ലെ. ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങൾക്കും ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾക്കും എന്താണ് ഈ സൾഫർ ഡയോക്സൈഡ് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു പോവാ കേട്ടോ. ദെൻ അടുത്ത നൈട്രജൻ ഡയോക്സൈഡ് ആണ് എന്ത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പൊ എന്താണ് അതിന്റെ ആരോഗ്യ പ്രശ്നം എന്താണ് കോസസ് റെസ്പിറേറ്ററി ഡിസീസസ്, എന്താണ് ശ്വാസകോശ എന്താണ് രോഗങ്ങൾക്ക് എന്താണ് അത് കാരണമാകുന്നത് അല്ലെ നൈട്രജൻ ഡയോക്സൈഡ്. ദെൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്താണ് പദാർത്ഥങ്ങളുടെ എന്താണ് ഈ ചെറിയ കണികകൾ ഉണ്ടാവും അല്ലെ. അത് ഉള്ള കാരണം എന്താണ് പ്രശ്നം എന്താണ് ഇൻഹേലേഷൻ കോസസ് ഇച്ചിങ് ഇൻ ത്രോട്ട് ആൻഡ് ഐസ്, അലർജി, ആസ്മ ആൻഡ് ലങ് ക്യാൻസർ. എന്താ അവിടെ വരുന്നത് നമുക്ക് ശ്വസനത്തിലൂടെ ഉണ്ടല്ലോ. എന്താണ് പറയുന്നത് ഈ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ എന്താണ് നമ്മളെ തൊണ്ടയ്ക്കും അതുപോലെ കണ്ണുകൾക്ക് ചൊറിച്ചില്, അലർജി, പിന്നെന്താണ് തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിലുണ്ടാവും, പിന്നെ അലർജി ഉണ്ടാവും, പിന്നെ ആസ്മ, പിന്നെന്താണ് ലങ് ക്യാൻസർ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട് ഈ പർട്ടിക്കുലൈറ്റ് മാറ്റർ വഴി. ഓക്കെ, ദെൻ ഡയോക്സിൻസ് ആണ് അടുത്തത്. എന്താണ് ഡയോക്സിനുകൾ എന്താണ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ, കോസ് തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്. എന്താണ് ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് എന്താണ് ഇത് കാരണമാകുന്നുണ്ട് ഈ ഡയോക്സിൻ അല്ലെ. അപ്പൊ ഈ വേസ്റ്റ് മെറ്റീരിയലും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഈ കാർബൺ മോണോക്സൈഡും കാർബൺ
എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും പർട്ടിക്കുലേറ്റ് മാറ്ററും ഡയോക്സിനും ഒക്കെ എന്താണ് കത്തിക്കുമ്പോൾ വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോ എന്താണ് ഇതിവിടെ പല രോഗങ്ങളും എന്താണ് അതുമൂലം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും കത്തിക്കാൻ പാടില്ല അല്ലെ. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എന്താക്കുക, വീട്ടിലേക്ക് മാസം തോറും ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ എന്താക്കണം, എടുത്ത് വെച്ച് അവർക്ക് കൊടുക്കുക അല്ലെ. ഓക്കെ, which are the chemical substances released while burning waste materials including plastic? What are the health issues caused as a result of this? Write them in the science diary. അപ്പൊ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ എന്താണ് ഈ പുറന്തള്ളുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് ഇപ്പൊ മനസ്സിലായാലും ഇതിലുണ്ട് അല്ലെ. കാർബൺ മോണോക്സൈഡ്, പിന്നെന്താണ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഡയോക്സിൻസ് അല്ലെ. അപ്പൊ ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡസ് എയർ പൊല്യൂഷൻ കോസ് ചേഞ്ചസ് ഇൻ ദ കമ്പോണൻസ് ഓഫ് എയർ? അപ്പം എയർ പൊല്യൂഷൻ മൂലം എയറിലെ ഫാക്ടേഴ്സിന്, എയറിന്റെ കമ്പോണൻസിന് മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. കമ്പോണൻസ് ഓഫ് എയർ അല്ലെ, വായുവിലെ കമ്പോണൻസ് നോക്കാം. വിച്ച് ആർ ദ എലമെന്റ്സ് ഫൗണ്ട് നാച്ചുറലി ഇൻ എയർ? സ്വാഭാവികമായി നാച്ചുറൽ ആയിട്ട് ഈ എയറിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒബ്സർവ് ദ ഗിവൺ പൈ ഡയഗ്രാം ആൻഡ് ടാബുലേറ്റ് ദയർ ക്വാണ്ടിറ്റീസ്. അപ്പൊ അവയുടെ അളവുകൾ താഴെ നൽകിയ പൈ ഡയഗ്രത്തിൽ കണ്ടെത്തിയിട്ട് ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതാണ് പൈ ഡയഗ്രാം അല്ലെ. അപ്പൊ നോക്കൂ, നൈട്രജൻ ആണ് എന്ത് 78%. ഓക്കെ, ദെൻ ഓക്സിജൻ 21% ആണ്. അതേഴ്സ് ആണെങ്കിലോ 0.96%, കാർബൺ ഡയോക്സൈഡ് 0.04%. അപ്പൊ ഇത്രയാണ് എന്ത് നാച്ചുറൽ ആയിട്ട് നമ്മളെ എയറിൽ ഉണ്ടാവുന്ന കമ്പോണൻസ് ഓഫ് എലമെന്റ്സ് അല്ലെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ കമ്പോണൻസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ? അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡും പിന്നെ അതേഴ്സും ആണ് അല്ലെ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് കമ്പോണന്റ്? ഏറ്റവും കൂടുതൽ കാണുന്ന കമ്പോണന്റ് ഏതാണ്? നൈട്രജൻ അല്ലെ. 78% ആണ് എന്താ നൈട്രജൻ ഉള്ളത് അല്ലെ. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഇൻ എയർ? അപ്പം എയറിലുള്ള ഓക്സിജന്റെ അളവ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര? 21% ആണ് അല്ലെ. ഓക്കെ, Analyze the pie diagram, complete the table and record the quantity of the each component. എന്താണ് പൈ ഡയഗ്രാം എന്താണ് അനലൈസ് ചെയ്തിട്ട് ഓരോ കമ്പോണന്റിന്റെയും അളവ് രേഖപ്പെടുത്തി ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ നൈട്രജൻ 78% അല്ലെ. ഇത് എന്താണ് ഓക്സിജൻ എത്രയാണ്? 21% എഴുതുക. ദെൻ പിന്നെന്താണ് കാർബൺ ഡയോക്സൈഡ് എത്ര? 0.04% ഇവിടെ എഴുതുക കേട്ടോ. പിന്നെ അതേഴ്സ് എത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതേഴ്സ് 0.96% അതും ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ when the atmospheric air is mixed with the chemical substances, the quantity of natural constituents in the air changes. അപ്പൊ എന്താണ് നമ്മള് അറ്റ്മോസ്ഫിയറിക് എയറിൽ നമ്മള് കെമിക്കൽ സബ്സ്റ്റൻസ് കലരുമ്പോൾ നമ്മള് എയറിലെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസിന്റെ അളവുകൾക്ക് മാറ്റം വരുന്നുണ്ട്. എന്താണ് നമ്മളെ അറ്റ്മോസ്ഫിയറിക് എയറിൽ കെമിക്കൽ സബ്സ്റ്റൻസ് കലരുമ്പോൾ എന്താണ് എയറിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് എന്താണ് മാറ്റം വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ എന്താണ് എയർ പൊല്യൂഷൻ എന്താ നോക്കുക. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വായു മലിനീകരണമാണ് അല്ലെ. നമ്മളെ വായു പലപ്പോഴും എന്താണ് മലിനീകരണത്തിലാണ് അല്ലെ. നോക്കാം വായു മലിനീകരണം എന്താണ്. എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ മിക്സിംഗ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് other chemical substances in the atmospheric air. Wildfires and natural phenomena like volcanic eruptions and earthquakes also contribute to air pollution. Indiscriminate actions of human beings are the main cause of air pollution. എന്താണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ സ്മോക്കും അതുപോലെ എന്താണ് ടോക്സിക് ഗ്യാസസ് എന്താണ് വിഷവാതകങ്ങളും അതർ കെമിക്കൽ സബ്സ്റ്റൻസും മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസുകളും കലരുന്നത് മൂലമാണ് എന്ത് നമുക്ക് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്. എന്താണ് അറ്റ്മോസ്ഫിയറിക് എയറിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസും കലരുന്നത് മൂലമാണ് എന്ത് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്. എന്തൊക്കെയാ നോക്കൂ. വൈൽഡ് ഫയർസ് ആൻഡ് നാച്ചുറൽ ഫിനോമിന ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് ആൻഡ് എർത്ത് ക്വക്സ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷൻ. എന്താണ് ഭൂകമ്പം, എർത്ത് ക്വക്ക് അല്ലെ, പിന്നെന്താണ് വോൾക്കാനോ അഗ്നിപർവ്വത സ്ഫോടനം, പിന്നെന്താണ് തുടങ്ങിയ ഈ പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാട്ടു തീ എന്താണ് ഈ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. എന്തൊക്കെയാണ് എർത്ത് ക്വക്ക്, വോൾക്കാനോന്റെ പിന്നെന്താണ് വൈൽഡ് ഫയേഴ്സ് അല്ലെ. ഇത് മൂലമൊക്കെ എന്താണ്
എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. മനുഷ്യരുടെ ഇൻഡിസ്ക്രിമിനേറ്റ് ആക്ഷൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ ദ മെയിൻ കോസ് ഓഫ് എയർ പൊല്യൂഷൻ. പിന്നെന്താ വരുന്നത്? മനുഷ്യരുടെ വിവേചന രഹിതമായ പ്രവർത്തനങ്ങളാണെന്ത് ഈ എയർ പൊല്യൂഷന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടാവുന്നത് മനസ്സിലായല്ലോ, ഉണ്ടായുള്ള പ്രശ്നങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, then next we have discussed the pollution caused by the burning of materials. What are the other ways by which air pollution is caused? വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. മറ്റെന്തെല്ലാം രീതിയിൽ വായുമലിനീകരണം നടക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് എയർ പൊല്യൂഷൻ. ഇപ്പൊ വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്തു അല്ലെ. ഇനി നമുക്ക് വേറെയും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് എങ്ങനെ എന്തൊക്കെയാ നോക്കാം. കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് എയർ പൊല്യൂഷൻ. എന്താണ് നമുക്ക് കുക്കിംഗ് ഫ്യൂവൽ, എന്താണ് പാചക ഇന്ധനങ്ങൾ അല്ലെ. പിന്നെ എന്താണ് വായുമലിനീകരണം എന്താന്ന് നോക്കാം. വിച്ച് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്? പാചകത്തിന് ഏതൊക്കെ തരം അടുപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സ്റ്റൗസ് ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ ഫ്യൂൽസ് യൂസ്ഡ് ഇൻ ഈച്ച്. നോക്കൂ, താഴെ കൊടുത്തിട്ടുള്ള ഈ അടുപ്പുകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഓരോന്നിനും ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ നോക്കുക. ഫയർവുഡ് സ്റ്റൗവിൽ ഏതാണ്? വിറകടുപ്പിൽ വിറകാണ് അല്ലെ, ഫയർവുഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇനി കരസിൻ സ്റ്റൗവിലോ, മണ്ണെണ്ണ സ്റ്റൗവിലോ ഏതാണ്? കരസിൻ ആണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിലോ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പം സ്റ്റൗ ഫ്യൂൽ യൂസ്ഡ്. ഫയർവുഡ് സ്റ്റൗവിൽ ഏതാണ്? ഫയർവുഡ്. കരസിൻ സ്റ്റൗവില് കരസിൻ. ഗ്യാസ് സ്റ്റൗവില് ഗ്യാസ് എന്ന് എഴുതുക കേട്ടോ. Okay, when fuels like wood, kerosene and cooking gas are burned, various chemical substances are released. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ കെമിക്കൽ സബ്സ്റ്റൻസ് എന്താവുന്നുണ്ട്? റിലീസ് ആവുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട് അല്ലെ. അതായത് വുഡ്, കരസിൻ, കുക്കിംഗ് ഗ്യാസ് ഒക്കെ കത്തുമ്പോൾ എന്താണ് വേരിയസ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് എന്താവുന്നുണ്ട്? റിലീസ് ആവുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട് അല്ലെ. ദ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് ആർ മെയിൻലി കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, nitrogen dioxide, particulate matter, etc. You have already understood the major health problems caused by the excessive inhalation of these gases. അല്ലെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പിന്നെന്താണ് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഡയോക്സിൻസ് അല്ലെ തുടങ്ങിയ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ പ്രധാനമായും പുറത്തു വരുന്നുണ്ട് നമ്മൾ പഠിച്ചില്ലേ. ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിവിടെ എന്താണ് ആ ടേബിളിൽ നമ്മൾ പഠിച്ചു അല്ലെ. Okay, then what measures should be taken to control air pollution in the kitchen due to burning of cooking fuels? Discuss with the friends and write in the science diary. അപ്പോൾ ഈ എന്താണ് പാചക ഇന്ധനങ്ങൾ ഉണ്ടല്ലോ, അതായത് കുക്കിംഗ് ഫ്യൂവൽസ്. ഈ കുക്കിംഗ് ഫ്യൂവൽസ് കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാവുന്ന എയർ പൊല്യൂഷൻ നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? നിങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പുസ്തകത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിണീസ് ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ട് അല്ലെ, ചിമ്മിണി എന്ന് പറഞ്ഞ സംഭവം അല്ലെ. അപ്പൊ എന്താണ് ഈ ചിമ്മിണി ഉണ്ടാവും അല്ലെ, അടുപ്പിന്റെ നേരെ മുകളിൽ എന്താണ് ഒരു ഇതാക്കിയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സിസ്റ്റം അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താണ് അടുക്കളയിൽ ഉണ്ടാകുന്ന വായുമലിനീകരണം നമുക്ക് കുറയ്ക്കാം അല്ലെ, അത് പുറത്തേക്ക് തള്ളിക്കോളും. ദെൻ പ്രോപ്പർ വെന്റിലേഷൻ, പിന്നെ എന്താണ് മതിയായ വെന്റിലേഷൻ അല്ലെ, നല്ല ജനലും ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാന്നുള്ളത് നോക്കുക. പിന്നെ as in the kitchen, don't we use different types of fuels in our vehicles? പിന്നെ അടുക്കളയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ എന്താണ് നമ്മൾ വെഹിക്കിൾസിലും നാം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കാറില്ലേ? വിച്ച് ആർ ദ ഫ്യൂൽസ് കോമൺലി യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്? അപ്പൊ നാം എന്താ സാധാരണയായി വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽസ് ഏതൊക്കെയാണ്? സയൻസ് ഡയറി ഏതൊക്കെയാ? പെട്രോൾ, ഡീസൽ, ഗ്യാസ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ദെൻ ഓട്ടോമൊബൈൽസ് ആൻഡ് എയർ പൊല്യൂഷൻ. ഇനി എന്താ അവിടെ പറയുന്നത്? ഓട്ടോമൊബൈൽസിലെ വാഹനങ്ങളും എയർ പൊല്യൂഷനും. അപ്പൊ നോക്കാം നമുക്ക്. When automobiles engines are operated using fuels like petrol and diesel, sulfur dioxide, nitrogen dioxide, carbon monoxide and particulate matters are released. Mixing of these with atmospheric air also causes air pollution. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മള് ഈ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫ്യൂൽസ് ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിന് പ്രവർത്തിക്കുമ്പോഴും എന്താണ് ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പിന്നെന്താണ് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, പിന്നെ എന്താണ് ഒക്കെ എന്താവുന്നുണ്ട്? പുറന്തള്ളുന്നുണ്ട് അല്ലെ. ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ അല്ലെ. അപ്പൊ എന്താണ് പുറത്ത് വരും. ഇവ എന്താണ് എയറിൽ കലരുന്നതും എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇതൊക്കെ എന്താണ് അറ്റ്മോസ്ഫിയറിക് എയറിൽ കലരുമ്പോ എന്താണ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഇതൊക്കെയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് കത്തിക്കുമ്പോൾ
പിന്നെന്താണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അല്ലെ, വേസ്റ്റും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പിന്നെന്താണ് നമ്മൾ പാചകത്തിനുള്ള ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ, പിന്നെ ഓട്ടോമൊബൈൽസിലുള്ള ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ ഒക്കെ എന്താണ് എയർ പൊല്യൂഷനും കാരണമാകുന്നുണ്ട് അല്ലെ. വെഹിക്കിൾസ് ഇൻഫ്ലേഷൻ ഇൻ കേരള നോക്കൂ, കേരളത്തിലെ വാഹനപ്പെരുപ്പാണ് കേട്ടോ. ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് ഇൻ കേരള സിൻസ് 2013 is shown in the bar diagram below. കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്താണ് 2013 മുതൽ ഉണ്ടായ മാറ്റമാണെന്ത് താഴെ ഈ ബാർ ഡയഗ്രത്തിൽ നൽകിയിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ 2013 എന്താണ് 80 lakhs ആയിരുന്നു അല്ലെ. അത് 2015 എത്ര വാഹനങ്ങളായി 94 lakhs ആയി. ദെൻ 2017 1 crore അല്ലെ, 1 lakh 1 crore അല്ലെ, സോറി 1 crore 1 lakh ആയി അല്ലെ. ദെൻ 2019 1 crore 33 lakh ആയി. 2021 1 crore 48 lakh ആയി അല്ലെ. 2023 1 crore 63 lakh ആയി അല്ലെ. ഇതിങ്ങനെ കൂടി വരികയാണ് അല്ലെ. നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് ഈ മുകളിൽ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ വർഷം കൂടുന്തോറും എന്താണ് വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അല്ലെ. വാട്ട് വാസ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ 2013? അപ്പൊ എന്താണ് 2013 ഈ വെഹിക്കിൾസിന്റെ എണ്ണം ഏകദേശം എത്രയായിരുന്നു 80 lakh അല്ലെ. വാട്ട് വാസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ 2023? 2023 വാഹനങ്ങളുടെ എണ്ണം എത്രയായി 1 crore 63 lakhs ആയി അല്ലെ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഫ്രം 2013 to 2023? അപ്പൊ 2013 നിന്ന് 2023 ആയപ്പോഴേക്കും എന്തായി വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? ഇത്രയും ഇതിലെ 1 crore 63 lakhന്ന് 80 lakh കുറയ്ക്കുക അല്ലെ. അപ്പൊ എത്രയായി 83 lakhന്റെ മാറ്റം വന്നു അല്ലെ. ഓക്കെ, 1 crore 63 lakhന്ന് 80 lakh വെച്ചാൽ 83 lakhന്റെ വ്യത്യാസത്രയും വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. കൂട്ടുകാരുമായി ചർച്ച ചെയ്തതാണ് സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ ഡീസൽ വെഹിക്കിൾസ് എഫക്ട് ദ എയർ? ഹാവൻറ്റ് യു സീൻ ഇൻസ്റ്റൻസസ് where only one person is traveling in one vehicle which can accommodate more passengers? Shouldn't this be avoided as much as possible? Use of public vehicles must be encouraged over private vehicles. How does the use of vehicles like bicycles benefit the environment? Present your findings in the class. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വർധനവ് ഈ എയറിനെ എങ്ങനെയാണ് ബാധിക്കുക? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതല്ലേ? സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ബസ് അതൊക്കെയാണ് എന്ത് പൊതുവാഹനങ്ങൾ അല്ലെ. ബസ് അങ്ങനത്തെ കുറെ ആൾക്കാർ പോകുന്ന വണ്ടികളൊക്കെ എന്താണ് ട്രെയിന് അല്ലെ, അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മുടെ എൻവയോൺമെന്റിന് എങ്ങനെ ഗുണകരമാകും? നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ സ്മോക്ക് ടെസ്റ്റിംഗ് നോക്കൂ, ഇവിടെ സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പുക പരിശോധന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വാഹനങ്ങൾക്കൊക്കെ അല്ലെ. Look at the picture given below. Haven't you seen smoke testing of vehicles being done at a pollution testing center? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ഈ പുക പരിശോധന കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത് കണ്ടിട്ടില്ലേ? വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ആണ് അല്ലെ. സ്മോക്ക് ടെസ്റ്റിംഗ് is carried out to find out whether the smoke of vehicles contains more than the permissible amount of harmful chemical substance. By smoke testing, it can be detected whether vehicle emissions contain more harmful chemical substances due to engine failure, age of vehicles and impurities in fuel. എന്താണ് ഈ വെഹിക്കിളുകളുടെ പുകയിൽ അനുവദീയമായതിൽ കൂടുതൽ എന്താണ് ദോഷകരമായ കെമിക്കൽ സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് എന്ത് ഈ സ്മോക്ക് ടെസ്റ്റിംഗ് നടത്തുന്നത്. എൻജിൻ തകരാറ്, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ എന്താണ് കൂടുതൽ ദോഷകരമായ കെമിക്കൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്താൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് വർഷത്തിൽ എന്താണ് ഈ സ്മോക്ക് ടെസ്റ്റിംഗ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ വീട്ടിൽ ചോദിച്ചു നോക്കുക സ്മോക്ക് ടെസ്റ്റിംഗ് എന്തിനാ നടത്തുന്നത് എന്നൊക്കെ അല്ലെ. സ്മോക്ക് ടെസ്റ്റിംഗ് എന്താണ് നമ്മൾ എന്താണ് ഈ എയറിലേക്ക് ഈ പൊല്യൂഷൻ കുറെ എന്താണ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഇത് എന്താണ് സാധാരണ ഒരു വാഹനങ്ങൾക്ക് ഇത്ര അനുവദീയമായതിൽ കൂടുതൽ ദോഷകരമായ കെമിക്കൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് എന്ത് ഈ സ്മോക്ക് ടെസ്റ്റിംഗ് നടത്തുന്നത് അല്ലെ. എൻജിൻ തകരാറ്, കാലപ്പഴക്കം, പിന്നെ അതുപോലെ ഈ ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് എന്താണ് ഈ എന്താണ് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ കെമിക്കൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധിക്കുന്നതിലൂടെ നമുക്ക് കണ്ടെത്താനാവും. ഓക്കെ, ഹൗ ഡസ് സ്മോക്ക് ടെസ്റ്റിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ? ഡിസ്കസ് ഇൻ യുവർ ക്ലാസ്. വിസിറ്റ് എ വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ activities going on there.
അപ്പൊ പുക പരിശോധന എങ്ങനെയാണ് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ സഹായകമാകുന്നത്? ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു വാഹന പുക പരിശോധന കേന്ദ്രം സന്ദർശിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇപ്പൊ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക്. ഹാവ് യു സീൻ വെഹിക്കിൾസ് ഹാവിംഗ് ഗ്രീൻ നെയിംസ് പ്ലേറ്റ്സ് വിത്ത് EV പ്രിന്റഡ് ഓൺ ദം? പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ചാൽ അതിൽ EV എന്ന് എഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? They do not emit carbon or smoke like petrol diesel vehicles. അപ്പൊ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തു വിടുന്നില്ല അല്ലെ. ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ എ സൊല്യൂഷൻ ഓഫ് എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ വെഹിക്കിൾസ്. അപ്പൊ എന്താണ് വാഹനങ്ങൾ മൂലമുള്ള എയർ പൊല്യൂഷൻ ഒരു പരിഹാരമാണ് എന്ത് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്പർ പ്ലേറ്റ് പച്ച കളറിലുള്ളതാണ് അല്ലെ. EV എന്ന് പ്രിന്റ് ചെയ്ത ഒരു പച്ച കളറിലുള്ള നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനങ്ങളൊക്കെ എന്തായിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും കേട്ടോ. നിങ്ങളിപ്പോ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ചിലർ വീട്ടിലും ഉണ്ടാവൂല. ഓക്കെ, അപ്പം എന്താണ് അതാണ് എന്ത് ഇലക്ട്രിക് വെഹിക്കിൾ കേട്ടോ. ഓക്കെ, വാട്ട് ആർ യുവർ കമന്റ്സ് ഓൺ ദ യൂസ് ഓഫ് വെഹിക്കിൾസ് റിഗാർഡിംഗ് എയർ പൊല്യൂഷൻ കൺട്രോൾ? റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ നിയന്ത്രിക്കാൻ വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Then, so far we have discussed air pollution caused by burning fuels and other substances. Apart from this, what are the other ways by which air gets polluted? ഇന്ധനങ്ങളും മറ്റു വസ്തുക്കളും കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന എയർ പൊല്യൂഷനെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് അല്ലെ. ഇത് കൂടാതെ മറ്റെന്തെല്ലാം രീതിയിൽ വായുമലിനീകരണം ഉണ്ടാകുന്നുണ്ട്? Analyze the pie diagram given below and find out how air pollution occurs in our country. അപ്പൊ താഴെ ഒരു പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അത് അനലൈസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൺട്രിയില് നമ്മുടെ രാജ്യത്ത് ഈ എയർ പൊല്യൂഷൻ എങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് ഈ പൈ ഡയഗ്രാം നോക്കി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മുടെ കൺട്രിയിലും എയർ പൊല്യൂഷൻ എങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് ഈ ടേബിൾ നോക്കാനാ ഈ പൈ ഡയഗ്രാം നോക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്കൂ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ബ്ലൂ കളറിൽ അല്ലെ. ഇപ്പൊ 45% ആണ് അല്ലെ. അതെന്താണ് ഈ പൊടി പടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വഴി എന്താണ് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്ന 45% കൂടുതൽ ഏറ്റവും കൂടുതൽ അതാണ് അല്ലെ. ബേണിംഗ് വേസ്റ്റ് 70%, എന്താ മാലിന്യങ്ങൾ കത്തിക്കുന്നത് അല്ലെ 17% റെഡ് അല്ലെ. ദെൻ ഓട്ടോമൊബൈൽസ് 14% ആഷ് കളറിൽ അല്ലെ. ദെൻ നെക്സ്റ്റ് ഡീസൽ ജനറേറ്റർ യെല്ലോ കളർ 9% അല്ലെ. പിന്നെന്താണ് ഇൻഡസ്ട്രീസ് വ്യവസായങ്ങൾ എന്താണ് 8% അല്ലെ. പൈഡാഗ്രത്തിൽ തന്നിട്ടുണ്ട്. ദെൻ ഹോം കുക്കിംഗ് 7% അല്ലെ, ഗ്രീൻ കളറിൽ 7%. ഓക്കെ, ഹൗ ഡസ് എയർ പൊല്യൂഷൻ ഒക്കേഴ്സ്? ഏതെല്ലാം രീതിയിലാണ് ഈ എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ അല്ലെ ഡസ്റ്റ് പാർട്ടിക്കൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലും ബേണിംഗ് വേസ്റ്റിലും ഓട്ടോമൊബൈൽസിലും ഡീസൽ ജനറേറ്ററും ഇൻഡസ്ട്രീസിലും ഹോം കുക്കിങ്ങിലും ഒക്കെ എന്താണ് എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട് അല്ലെ. ദെൻ ബേസ്ഡ് ഓൺ ദ പൈ ഡയഗ്രാം പ്രിപ്പയർ എ നോട്ട് ഓൺ യുവർ ഫൈൻഡിങ്സ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ ഈ പൈ ഡയഗ്രാം അടിസ്ഥാനമാക്കി നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്താണ് ഉൾപ്പെടുത്തി ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് വേസ് ഇൻ വിച്ച് എയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഈ വായുമലിനീകരണം ഉണ്ടാകുന്ന വിവിധ രീതികളെ കുറിച്ച് അവയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുമാണ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലെ. കണ്ടക്ട് എ സെമിനാർ ഇൻ യുവർ ക്ലാസ് ഓൺ എയർ പൊല്യൂഷൻ, ഇറ്റ് കോസസ് ആൻഡ് റെമഡീസ്. അപ്പൊ ഈ എയർ പൊല്യൂഷന്റെ കാരണങ്ങളും അവയ്ക്കുള്ള റെമഡീസും പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തിയതാണ് ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Similarly, is water subjected to any kind of pollution? ഇതുപോലെ വെള്ളവും ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണത്തിന് വിധേയമാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടറും ഇതുപോലെ തന്നെ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ അടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 9th ചാപ്റ്ററായ ഹേർട്ട് നോട്ട് ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം നോക്കാം നമുക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? എയർ പൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ നമ്മളെന്താണ് എയർ പൊല്യൂഷൻ എന്താണെന്നോ അതിൻ്റെ കോസ് എന്താണെന്നോ അതിൻ്റെ എന്തൊക്കെയാണ് അത് കാരണം നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ടർ ഓൺ ദ എർത്ത്. ഇനി എന്താണ് എയർ പൊല്യൂഷൻ മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ എയർ പൊല്യൂഷൻ മാത്രമല്ല അല്ലേ. അപ്പോൾ വാട്ടറിലും വരുന്നുണ്ട് ആ പൊല്യൂഷൻ അല്ലേ, വാട്ടർ പൊല്യൂഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എർത്തിലുള്ള വാട്ടർ എന്താന്ന് നോക്കുക. എന്താണ് വാട്ടർ ഓൺ ദ എർത്ത്? യു നോ ദാറ്റ് 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. അപ്പോൾ നിങ്ങൾക്കറിയാം 2/3 ഭാഗം
2/3 എന്താണ്, വെള്ളമാണ് നമ്മളെ എവിടെ ഉള്ളത്, നമ്മളെ ഈ എർത്തിലുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അപ്പം ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ ഇവിടെ കണ്ടോ, താഴെയുള്ള ചിത്രം കണ്ടില്ലേ. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത്. ഏതൊക്കെ എർത്തില് വെള്ളം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഐസ് ക്യാപ്പ് ആയിട്ട്, ഗ്ലേസിയേഴ്സ് ആയിട്ട്, എക്സെട്ര അല്ലെ. ഐസ് ക്യാപ്പ് പറഞ്ഞാൽ എന്താണ്, മഞ്ഞുപാളികള്. പിന്നെ ഗ്ലാസിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഹിമാനികൾ എന്ന് പറയില്ലേ, അതൊക്കെ. വാട്ടർ വേപ്പർ, നീരാവിയായിട്ട് അല്ലെ. പിന്നെ എങ്ങനെയാ കാണുന്നത്, ലിക്വിഡ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ. വാട്ടർ എവറിവെയർ, വെള്ളം അല്ലെ, എല്ലായിടത്തും വെള്ളം. ഓഷ്യൻ വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 97% ഓഫ് എർത്ത് വാട്ടർ. ഓൺലി 3% is fresh water without salt. About 69% of fresh water is found as ice caps and glaciers. We cannot use this also. 30% is a groundwater. All water bodies, including rivers, lakes and ponds, contain only 0.3% of fresh water. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, എല്ലായിടത്തും വെള്ളമുണ്ട് അല്ലേ, പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ, ഈ ഭൂമിയിലെ ആകെ ജലത്തിന്റെ എന്താണ് 97% എന്താണ്, ഓഷ്യൻ വാട്ടർ ആണ് അല്ലെ, കടൽ വെള്ളമാണ്, സമുദ്രജലമാണ് അല്ലെ. വെറും 3% മാത്രമാണ് എന്ത്, പ്യുവർ വാട്ടർ അല്ലെ, ഫ്രഷ് വാട്ടർ ഉള്ളത്, കുടിക്കാൻ പറ്റിയ വെള്ളം അല്ലെ, ഉപ്പ് കലരാത്ത വെള്ളം ഉള്ളത്. ഈ പ്യുവർ വാട്ടറിന്റെ, ഫ്രഷ് വാട്ടറിന്റെ ഏകദേശം 69%, 3% ആണ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞല്ലേ. ആ 3%ന്റെ ഏകദേശം എന്താണ്, 69% എന്താണ്, എന്താണ് വരുന്ന ഐസ് ക്യാപ്പുകളും പിന്നെ എന്താണ് ഗ്ലാസിയേഴ്സും ആണ് അല്ലെ, മഞ്ഞുപാളികളും എന്താണ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഉപയോഗിക്കാൻ കഴിയോ, ഇല്ല. പിന്നെ എന്താണ് 30% എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ആണ് അല്ലെ, ഭൂമിന്റെ ഉള്ളിലുള്ള അടിയിലുള്ള വെള്ളമാണ് അല്ലെ. ആകെ ഫ്രഷ് വാട്ടറിന്റെ 0.3% മാത്രമാണ് നമ്മുടെ ഈ പോൺസിലും റിവേഴ്സിലും ലേക്സിലും ഒക്കെ എന്താണ് ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലും ആയിട്ട് ഉള്ളത്. ഓക്കെ, നോക്കൂ ഒന്നുകൂടി പറഞ്ഞുതരാം. ഭൂമിയിലെ ആകെ വെള്ളത്തിന്റെ 97% എന്താണ്, ഓഷ്യൻ വാട്ടർ ആണ്. വെറും 3% മാത്രമാണ് എന്ത്, ഫ്രഷ് വാട്ടർ, ഉപ്പ് കലരാത്ത വെള്ളം ഉള്ളത്. പിന്നെന്താണ്, ഈ ഫ്രഷ് വാട്ടറിന്റെ ഏകദേശം 69% എന്താണ്, മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത് അല്ലെ. ഇത് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ കഴിയില്ല. 30% എന്താണ്, നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ആണ് അല്ലെ. ആകെ ഫ്രഷ് വാട്ടറിന്റെ 0.3% മാത്രമാണ് എന്ത്, നമ്മുടെ ഈ റിവറിലും ലേക്കിലും പോണ്ടിലും ഒക്കെ ആയിട്ട് ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായി ഉള്ളത്. ദെൻ സോൾട്ട് വാട്ടർ നോക്കൂ, നമ്മൾ ഈ പൈ ഡയഗ്രത്തിൽ കണ്ടോ, ടോട്ടൽ വാട്ടർ ഉണ്ട് എർത്തിലുള്ള ആകെ ജലമാണ് അല്ലെ. സോൾട്ട് വാട്ടർ 97%, പ്യുവർ വാട്ടർ 3%. ഈ പ്യുവർ വാട്ടറിൽ 3% ഐസ് ക്ലാപ്പ് ഗ്ലാഷിയർ 68.7% ആണ് അല്ലെ പ്യുവർ വാട്ടറിൽ. പിന്നെ എന്താണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ 13.1%, ദെൻ സർഫസ് വാട്ടർ 0.3%, അതേഴ്സ് 9.9% ആണ്. ഓക്കെ, റിവർ ദെൻ ആൻഡ് നൗ. റിവർ അന്നും ഇന്നുമാണ്. നോക്കാം, ഇപ്പൊ ഈ ഗ്രാൻഡ് ഫാ എന്താ പറയുന്നത് നോക്കിയേ. ഐ യൂസ് ടു ടേക്ക് ബാത്ത് ഇൻ ദിസ് റിവർ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ലുക്ക് അറ്റ് ദ കണ്ടീഷൻ ഓഫ് ദിസ് റിവർ നൗ. ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്താണ്, ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത്. ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ പുഴേന്റെ ഒരു അവസ്ഥ അല്ലെ. ആകെ എന്താണ്, വേസ്റ്റ് മെറ്റീരിയലിനോട് നിറഞ്ഞിരിക്കുന്നു അല്ലെ. ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്. എങ്ങനെയാണ് ഈ വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ എങ്ങനെയാണ് ഈ പൊല്യൂട്ടഡ് ആവുന്നത്, മലിനീകരണം ആവുന്നത് എങ്ങനെയാണ്? ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുക, സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ഒഴുകിയെത്തുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് ഈ വാട്ടർ ബോഡീസ് എന്താണ് പൊല്യൂട്ടഡ് ആകും അല്ലെ. ഗിവൺ ബിലോ ഈസ് ദ പിക്ചർ ഓഫ് വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ബൈ ആൽഗെ. എന്താണ്, ഇപ്പൊ ഈ പായലും ആൽഗകളും നിറഞ്ഞ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡീസിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, എന്തൊരു കഷ്ടമാണ് അല്ലെ. വാട്ടർ ബോഡീസ് ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെ. അങ്ങനെ ആരെങ്കിലും വലിച്ചെറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, അവരെ തടയണം അല്ലെ. അതിനെ വിളിച്ചെറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്താക്കണം, ഉപദേശം കൊടുക്കണം. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് കണ്ടീഷൻ ഓഫ് ദ വാട്ടർ ബോഡി? റീഡ് ദ നോട്ട് ഗിവൺ ബിലോ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ് ഈ വാട്ടർ ബോഡീസ് ഈ അവസ്ഥയ്ക്ക് കാരണം? താഴെ കൊടുത്തിരിക്കുന്ന ഈ നോട്ട് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതുക. എന്താണ് യൂട്രോഫിക്കേഷൻ? Excess growth of water plants like algae in water bodies is caused by a phenomenon known as a eutrophication.
This happens in water bodies where fertilizers containing nitrogen and other similar substances flow in. It is such flowing excess nutrients that cause excessive growth of aquatic plants. These aquatic plants use oxygen dissolved in water excessively. Due to this, other plants and animals in water die without getting oxygen and the ecosystem that existed in the water body gets disturbed. എന്താണ് ഈ വാട്ടർ ബോഡീസിൽ ആൽഗ പോലുള്ള ഈ വാട്ടർ പ്ലാന്റ്സ് അതിൻ്റെ അമിത വളർച്ചയ്ക്ക് എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നുണ്ട്. നൈട്രജൻ കലർന്ന ഫെർട്ടിലൈസേഴ്സും മറ്റ് ഒഴുകിയെത്തുന്ന വെള്ളങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ ഒഴുകിയെത്തുന്ന അധിക ന്യൂട്രിയൻസ് ആയിട്ടുള്ള വാട്ടർ പ്ലാന്റ്സിന്റെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ വാട്ടർ പ്ലാന്റ്സ് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം എന്താണ് വെള്ളത്തിലെ മറ്റു പ്ലാന്റ്സുകളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും പിന്നെ വെള്ളത്തിൽ നിലനിന്നിരുന്ന എക്കോസിസ്റ്റത്തിന് തകിലം മറിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കാരണം മനസ്സിലായോ? യൂട്രോഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. വെള്ളത്തില് ആൽഗ പോലുള്ള വാട്ടർ പ്ലാന്റ്സ് അമിത വളർച്ചയ്ക്ക് യൂട്രിഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നുണ്ട്. ഈ നൈട്രജൻ കലർന്ന ഫെർട്ടിലൈസേഴ്സും മറ്റും ഒഴുകിയെത്തുന്ന വെള്ളങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധികം പോഷക ഘടകങ്ങളാണെന്ത് ഈ വാട്ടർ പ്ലാന്റ്സിന്റെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ വാട്ടർ പ്ലാന്റ്സ് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം വെള്ളത്തിലെ മറ്റ് പ്ലാന്റ്സുകളും പിന്നെ ഓർഗാനിസംസും ഓക്സിജൻ ലഭിക്കാതെ ജന്തുക്കളൊക്കെ ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ഈ വെള്ളത്തിൽ നിലനിന്നിരുന്ന എക്കോസിസ്റ്റം തകിടം മറിയുകയും ചെയ്യുന്നു. Okay, then now it is understood that water pollution is a reason for the destruction of ecosystem. ഈ വാട്ടർ പൊല്യൂഷൻ എക്കോസിസ്റ്റത്തിന് നാശത്തിന് കാരണമാകുന്നു എന്ന് ബോധ്യമായല്ലോ. By analyzing the pictures given below and observing your surroundings, find out the situations that cause water pollution and write them in the science diary. അപ്പോൾ നോക്കൂ, താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ഈ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചിട്ട് എന്താണ് ഈ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ എന്തൊക്കെയാണ് കാരണം എന്ന് തന്നെ തന്നിട്ടുണ്ട് അല്ലേ. വീട്ടിലെ വേസ്റ്റ് ഇതൊക്കെ അടിക്കുക അല്ലേ. പിന്നെ നോക്കൂ, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. എന്താണ് എക്സസീവ് യൂസ്? രാസകീടനാശിനികളുടെ അമിത ഉപയോഗം അല്ലെ. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കെമിക്കൽ പെസ്റ്റിസൈഡിന്റെ രാസകീടനാശിനികളുടെ അമിത ഉപയോഗം. പിന്നെ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ടു ഡ്രെയിനേജ്. മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടല്. ഡംപിങ് ഓഫ് എ സ്ലോട്ടർ ഹൗസ് വേസ്റ്റ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ ബോഡീസ്. ഈ അറബുശാലകളുടെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ഇൻ ടു വാട്ടർ ബോഡീസ്. ഈ ഇൻഡസ്ട്രീസിലുള്ള മാലിന്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നത് അല്ലെ, വാട്ടർ ബോഡീസിലേക്കൊക്കെ ഒഴുക്കി വിടുന്നത്. You have listed the situations related to water pollution. Discuss its consequences and write them in your science diary. ഈ വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തല്ലോ. ഇവയുടെ കോൺസിക്വൻസസ് ചർച്ച ചെയ്ത് പുസ്തകത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. It is our duty to protect water sources from all types of pollution. What measure can we adopt to make water sources free from pollution? Discuss. അപ്പൊ ഇവിടെ എല്ലാ രീതിയിലുള്ള മലിനീകരണത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ഈ സോഴ്സ് ഓഫ് വാട്ടറിനെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെ. ഈ സോഴ്സ് ഓഫ് വാട്ടറിനെ മാലിന്യമുക്തമാക്കാൻ, പൊല്യൂഷൻ ഇല്ലാതാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാന്നുള്ളത് ചർച്ച ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. Drinking water sources are the most important among water sources. വാട്ടർ സോഴ്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് അല്ലെ. വിച്ച് ആർ ദ കുടിവെള്ളമാണല്ലേ മെയിൻ സോഴ്സ് അല്ലെ. അപ്പൊ വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലെ വിദ്യാലയത്തിലെ ഈ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ക്വാളിറ്റീസ് ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ഹാവ്? പിന്നെ ഈ ഡ്രിങ്കിങ് വാട്ടറിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ ക്വാളിറ്റീസ് ദാറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് പൊസസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കുടിവെള്ളത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾക്ക് നേരെ ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ വാട്ടർ ആയിരിക്കണ്ടേ? ഡ്രിങ്കിങ് വാട്ടറിൽ വേണം അല്ലെ, തെളിഞ്ഞ ജലമാണോ, ടിക്ക് ഇടുക. പിന്നെ കളർലെസ് ആൻഡ് ഓഡർലെസ്, നിറവും മണവും ഇല്ലാതിരിക്കണം അല്ലെ, അത് ടിക്ക് ഇടുക. ദെൻ ഫ്രീ ഫ്രം ജേംസ്, രോഗാണുക്കൾ ഇല്ലാതിരിക്കണം വേണ്ടേ,
അതും ടിക്ക് ഇടുക അല്ലെ. ആബ്സെൻസ് ഓഫ് ഹെസോർഡസ് കെമിക്കൽ സബ്സ്റ്റൻസ്, അപകടകാരികളായ കെമിക്കൽ സബ്സ്റ്റൻസ് ഇല്ലാതിരിക്കണം അല്ലെ, ടിക്ക് ഇടുക അല്ലെ. പ്രസൻസ് ഓഫ് അഡിക്കേറ്റ് മിനറൽ സോൾട്ട്, ആവശ്യത്തിനുള്ള മിനറൽ സോൾട്ട് ഉണ്ടായിരിക്കണം, വേണോ? സോൾട്ടി ടേസ്റ്റ് വേണോ? വേണ്ട അല്ലെ, ഇത് രണ്ടും വേണ്ട അല്ലെ. നൈദർ അസിഡിക് ഓർ നോർ ബേസിക്, ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കണം അല്ലെ. Okay, then you have identified the qualities that drinking water should possess. Does the water you use in your house and school have these qualities? You can test certain qualities of your drinking water even in your classroom. കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഈ ഗുണങ്ങൾ നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിനുണ്ടോ? കുടിവെള്ളത്തിനുണ്ടോ? കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ക്ലാസ്സിൽ തന്നെ പരിശോധിച്ച് നോക്കാൻ കഴിയും അല്ലെ. ടെസ്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ, ഇനി എന്താണ്? ടെസ്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. കളക്ട് സാമ്പിൾസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ടെസ്റ്റ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. കുടിവെള്ളം പരിശോധിക്കുകയാണ് അല്ലെ. കുടിവെള്ളത്തിന്റെ സാമ്പിൾസ് അല്ലെ ശേഖരിച്ച് താഴെ പറയുന്ന ഈ പ്രത്യേകതകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ, ഓർഡർ, നിറവും, മണം. ഓർഡർ എന്ന് പറഞ്ഞാൽ മണമാണ് കേട്ടോ. ODOUR എന്ന് പറഞ്ഞാൽ മണം, സ്മെല്ല് കേട്ടോ. ആസിഡിക് ഓർ ബേസിക് നേച്ചർ, ആസിഡ് ഗുണവും ബേസ് ഗുണവും. പിന്നെ പ്രസൻസ് ഓഫ് ഇൻസോലിബിൾ ഇമ്പ്യൂരിറ്റീസ്, എന്താണ് ഈ ഇൻസോലിബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ പ്രസൻസ്, സാന്നിധ്യം. വാട്ട് മെറ്റീരിയൽസ് ആർ റിക്വയർഡ് ഫോർ ഡൂയിങ് ദ എക്സ്പെരിമെന്റ്, പരീക്ഷണം ചെയ്യുന്നതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമാണ്? ഒരു ഹാൻഡ് ലെൻസ് വേണം, പിന്നെന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ വേണം, പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ലെ, സാർവിക സൂചന എന്ന് പറഞ്ഞുള്ളത്. പിന്നെ ഹൗ ക്യാൻ വി ഒബ്സർവ് ദ കളർ ആൻഡ് ഓർഡർ ഓഫ് വാട്ടർ, ഈ വെള്ളത്തിന്റെ നിറം, മണം എന്നിവ എങ്ങനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ കഴിയും. വാട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാട്ടർ ക്യാൻ ബി ഐഡന്റിഫൈഡ് യൂസിങ് ഫിൽറ്റർ പേപ്പർ ആൻഡ് ഹാൻഡ് ലെൻസ്, ഈ ഫിൽറ്റർ പേപ്പറും ഹാൻഡ് ലെൻസ് എന്നിവ ഉപയോഗിച്ച് കുടിവെള്ളത്തിന്റെ ഏതെല്ലാം പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും. കാൻ യു ഫൈൻഡ് ഔട്ട് വെദർ വാട്ടർ ഈസ് അസിഡിക് ഓർ ബേസിക് യൂസിങ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, അപ്പം ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് വെള്ളത്തിന് ആസിഡ് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയില്ലേ. Check the samples of drinking water you have collected. Collect data and tabulate. Analyze the data and record the result in your science diary. Present them before the class. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ള സാമ്പിളുകൾ പരിശോധിക്കുക, വിവരങ്ങൾ ശേഖരിച്ച് എന്താക്കുക, ടാബ്ലേറ്റ് ചെയ്യുക. അവ അനലൈസ് ചെയ്തിട്ട് എന്താണ് പരിശോധനാ ഫലങ്ങൾ നിങ്ങളെ ബുക്കിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. കുടിവെള്ളത്തിൽ എന്താണ് പൊല്യൂഷൻ കലർന്നാൽ അത് ശുദ്ധീകരിക്കേണ്ടതില്ലേ? ഷുഡ് ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ ഇസ് പ്യൂരിഫൈഡ് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്, ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലേ. ലെറ്റ് us familiarize with certain method of water purification. നമുക്ക് ചില ജലശുദ്ധീകരണ മാർഗങ്ങൾ പരിചയപ്പെടാം. പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, എന്താ കുടിവെള്ള ശുദ്ധീകരണം അല്ലെ. വാട്ട് മെത്തേഡ്സ് ഡു യു നോ to purify drinking water if it is contaminated with impurities? Please them out. എന്താണ് കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാൻ ലിസ്റ്റ് ചെയ്യാനാ? ഒന്ന് സിഫ്റ്റിങ്, അരിക്കൽ അല്ലെ. പിന്നെ ഏതാ അറിയാ? സം മെത്തേഡ്സ് ടു പ്യൂരിഫൈ, തിളപ്പിച്ച ബോയിലിംഗ് പറ്റൂല്ലേ. ഓക്കെ, ദെൻ സം മെത്തേഡ്സ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ ആർ ഗിവൺ ബിലോ. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ചില മാർഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അനലൈസ് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആൻഡ് പ്രസന്റ് ദം ബിഫോർ ദ ക്ലാസ്. അവ അനലൈസ് ചെയ്ത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും മേന്മകളും പരിമിതികളും കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോയിലിംഗ് നോക്കാം, ബോയിലിംഗ് തിളപ്പിക്കുന്നത് അല്ലെ. എന്താണ് ബോയിലിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 1 minute വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ വാട്ടർ ബട്ട് ദ ഡിസോൾഡ് കമ്പോണൻസ് ഇൻ ദ വാട്ടർ വിൽ റിമെയിൻ. കുറഞ്ഞത് 1 minute നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ എന്താണ് നശിപ്പിക്കും അല്ലെ, നശിക്കും. മൈക്രോ ഓർഗാനിസംസ് എന്താവും, നശിക്കും. എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്താവും, അവിടെ നിലനിൽക്കും. ഇനി സിഫ്റ്റിംഗ്. Undissolved impurities in water are separated by filters but microbial and dissolved components are not removed. അപ്പോൾ അരിക്കലിലൂടെ എന്താണ് വെള്ളത്തിലുള്ള ഈ ഡിസോൾവ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതായത് അലയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് എന്താക്കോ വേർതിരിക്കുന്നു. എന്നാൽ ചെറിയ ജീവികൾ ഉണ്ടല്ലോ, മൈക്രോബിയൽ ആയിട്ടുള്ള അതുപോലെ ഡിസോൾവ്ഡ് കമ്പോണൻസ് ആയിട്ടുള്ളത് അല്ലേ, അതായത് സൂക്ഷ്മ ജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ എന്താക്കുക ഈ അരിക്കലിലൂടെ നീക്കം ചെയ്യപ്പെടുന്നില്ല അല്ലെ. ഇതിനടുത്ത് എന്താണ് സെഡിമെന്റേഷൻ.
The undissolved impurities are allowed to settle down. The water that appears on top can be separated and used. Microbes and dissolved components cannot be completely removed by this method. എന്താണ് ജലത്തിലുള്ള ഈ അലേയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നുണ്ട്. അടിയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ, മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കുക. ഈ സൂക്ഷ്മജീവികളും ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ എന്താണ് ഈ രീതി ഉപയോഗിച്ച് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. Then chlorination അടുത്തത്. Adding sufficient quantity of bleaching powder will kill the microorganisms in water, but the components dissolved in the water cannot be removed. അപ്പം എന്താണ് ക്ലോറിനേഷൻ നടത്തുമ്പോൾ എന്താണ് ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ ഈ സൂക്ഷ്മജീവികൾ നശിക്കും. എന്നാൽ വെള്ളത്തിൽ ലയിച്ചു ചേർത്തിട്ടുള്ള ഘടകങ്ങൾ എന്താണ് മാറ്റാൻ കഴിയില്ല അല്ലെ. ഈ ഡിസ്റ്റിലേഷൻ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ബോയിലിംഗ് വാട്ടർ ഇൻ ടു സ്റ്റീം ആൻഡ് കൂളിംഗ് ഇറ്റ് ടു കളക്ട് പ്യുവർ വാട്ടർ. There will be no dissolved components in the water collected in this way. എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല. ഇപ്പൊ ജലം തിളപ്പിച്ച് നീരാവിയാക്കുക, ആ നീരാവിയെ തണുപ്പിച്ചിട്ട് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത് ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ എന്താണ് ഈ അലിഞ്ഞു ചേർത്തിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എൻകെയർ അതർ വേസ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ, റെക്കോർഡ് ദം ഇൻ സയൻസ് ഡയറി. അപ്പൊ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചിട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ അബോവ് മെത്തേഡ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ, റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. മേൽ പറഞ്ഞ മാർഗങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലും വിദ്യാലയ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്നത് പുസ്തകത്തിൽ എഴുതാൻ. പൊല്യൂഷൻ ഇൻ സോയിൽ ടു. ഇനി എന്താണ് പൊല്യൂഷൻ ഇൻ സോയിലുണ്ട് അല്ലെ, മലിനീകരണം മണ്ണിലുണ്ട് അല്ലെ. അപ്പം എയറിലുണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഇനി സോയിലുണ്ട് അല്ലെ, സോയിൽ പൊല്യൂഷൻ ഉണ്ട്. ഒബ്സർവ് ദ ഹെഡ്ലൈൻസ് ആൻഡ് ദ പിക്ചേഴ്സ് ഓഫ് ദ ന്യൂസ് ഗിവൺ ബിലോ. നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന പത്രവാർത്തയുടെ തലക്കെട്ടും ചിത്രവും നിരീക്ഷിക്കൂ. ഡംപിംഗ് ഓഫ് ഗാർബേജ് ഗിവ് ഇൻഫർമേഷൻ, യു വിൽ ഗെറ്റ് ₹2500. ഡംപിംഗ് ഗാർബേജ് ഹിയർ ഈസ് പണിഷബിൾ അല്ലെ. എന്താണ് മാലിന്യം വലിച്ചെറിയൽ, വിവരം നൽകിയാൽ ₹2500 കിട്ടുന്നു അല്ലെ. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അവിടെ എന്താണ് ആരെങ്കിലും ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് വലിച്ചെറിയുന്ന ആളെ കുറിച്ചിട്ട് ആരെങ്കിലും വിവരം കൊടുത്താൽ അവർക്ക് ₹2500 കിട്ടും അല്ലെ. വാട്ട് ആർ ദ തിങ്സ് മെൻഷൻഡ് ഇൻ ദിസ് ന്യൂസ്, ഹൗ ഡു സച്ച് ഹാബിറ്റ്സ് ഓഫ് സം പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി എഫക്ട് ദ എൻവയോൺമെന്റ്, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി ആർ പ്രസന്റ് ദം ബിഫോർ ദ ക്ലാസ്. എന്താണ് ഈ പത്രവാർത്തയിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ചിലരുടെ ഇത്തരം ശീലങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത്, നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൗസ് ഹോൾഡ് വേസ്റ്റ്, എന്താണ് വീട്ടിലെ മാലിന്യങ്ങൾ. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഫോംഡ് ഇൻ എ ഹൗസ് ഹോൾഡ്. ഫ്രൂട്ട് പീൽ, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് കവേഴ്സ്. എന്താണ് വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ് അവ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പഴത്തോലി ഉണ്ടാവും അല്ലെ, ഫ്രൂട്ട് പീൽ ഉണ്ടാവും, വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടാവും, പച്ചക്കറി മാലിന്യങ്ങൾ ഉണ്ടാവും, പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടാവും അല്ലെ, പിന്നെ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലെ. You know that if a fruit peel is left in the soil for a long time, it may be dissolved into the soil as a result of the action of soil microbes. Biodegradable waste are such waste that decomposed and get dissolved in the soil due to the action of microbes. Instead of it is a piece of plastic, will it degrade into the soil like the fruit peel. Microorganisms in soil cannot be break down plastic waste, glass pieces, metals, electronic waste, thermocol and the like. Such substances are non-biodegradable waste. എന്താണ് പറയുന്നത്? ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ ഈ മൈക്രോബ്സ് ഉണ്ടല്ലോ, സൂക്ഷ്മജീവികൾ, അതെന്താക്കും അവരുടെ പ്രവർത്തന ഫലമായി അതെന്താ മണ്ണിൽ എന്താണ് അലിഞ്ഞു ചേരുമെന്ന് നമുക്കറിയാം അല്ലെ. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി എന്താണ് അത് ഡീകമ്പോസ് ചെയ്ത് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് എന്ത് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാൽ അത് പഴുത്തൊലി പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ? നെവർ അല്ലെ, ഒരിക്കലും ഇല്ല അല്ലെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ല് കഷ്ണങ്ങൾ, അതുപോലെ ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തെർമോകോൾ തുടങ്ങിയവ എന്താണ് ഡീകമ്പോസ് ചെയ്യാൻ എന്താണ് മണ്ണിലെ മൈക്രോബ്സിന് കഴിയില്ല അല്ലെ. ഇവയാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാ? പ്ലാസ്റ്റിക് വേസ്റ്റ്,
പിന്നെന്താണ് ഗ്ലാസ് പീസസ്, മെറ്റൽസ്, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ ഒക്കെ ആണെന്ത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. അത് ഡീകമ്പോസ് ചെയ്യൂല, മണ്ണിൽ ലയിച്ച് ചേരൂല അല്ലെ, അതിനൊക്കെയാണ് എന്ത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് വേസ്റ്റ്, ഗ്ലാസ് പീസസ്, മെറ്റൽസ്, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ. ഓക്കെ, ക്ലാസിഫൈ വേസ്റ്റ് ഇൻടു ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മാലിന്യങ്ങളെ, വേസ്റ്റിനെ ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ട് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ട് തരംതിരിച്ച് എന്താണ് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബയോഡിഗ്രേഡബിൾ ഏതൊക്കെയാ? ബനാന പീൽ, പഴത്തൊലി അല്ലേ, പിന്നെ എന്താണ് ഫുഡ്, അതായത് എന്താണ് നമുക്ക് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് അല്ലേ, പിന്നെയോ ഫുഡ് വേസ്റ്റ് ഒക്കെ അതിൽ പറ്റും അല്ലേ, ബയോഡിഗ്രേഡബിൾ ആണ് അതൊക്കെ. ദെൻ നോൺ ഡിഗ്രേഡബിൾ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കവേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്ലാസ്റ്റിക് കവറ്, ഗ്ലാസ് പീസ്, മെറ്റൽ, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ, അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഔട്ട് ഓഫ് ദിസ് വിച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് കോസ് സോയിൽ പൊല്യൂഷൻ? ഇതിൽ ഇവയിൽ ഏതുതരം മാലിന്യങ്ങളാണ് ഈ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലേ, ഡിസ്കസ് ചെയ്യാൻ. നോൺ ബയോഡിഗ്രേഡബിൾ ഇത് കേട്ടോ, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ആണ് എന്ത് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത് അല്ലേ. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് സച്ച് ആസ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ് പൊല്യൂട്ട് ദ സോയിൽ. മെറ്റൽസ് ലൈക്ക് മെർക്കുറി ആൻഡ് കാഡ്മിയം പ്രസന്റ് ഇൻ CF lamp, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഓൾസോ കോസസ് സോയിൽ പൊല്യൂഷൻ അല്ലേ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ, രാസവസ്തുക്കൾ തുടങ്ങിയ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള നോൺ ബയോഡിഗ്രേഡബിൾ എന്താണ് ഈ സോയിലിനെ മലിനീകരിക്കുന്നു അല്ലെ. CF ലാമ്പ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ പോലുള്ള ലോഹങ്ങളും എന്താണ് ഈ മണ്ണിന്റെ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. സെപ്പറേറ്റിംഗ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്താണ് വീട്ടിലെ മാലിന്യങ്ങൾ നമുക്ക് തരംതിരിക്കുക. സർട്ടൻ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആർ മെൻഷൻഡ് ബിലോ. വീടുകളിൽ ഉണ്ടാകുന്ന ചില മാലിന്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബൾബ്, ഫുഡ് വേസ്റ്റ്, CF lamp, പേപ്പർ കപ്സ്, ഫുഡ് വെയർ, ബാഗ്, ക്ലോത്ത്, പെസ്റ്റിസൈഡ് കണ്ടെയ്നർ, പെയിന്റ് കണ്ടെയ്നർ, പ്ലാസ്റ്റിക് ബാഗ്, വെജിറ്റബിൾ വേസ്റ്റ്, കാർഡ്ബോർഡ്, പാക്കിംഗ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് കപ്സ്, മൊബൈൽ ഫോൺ ബാറ്ററി, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, എംപ്റ്റി ടൂത്ത് പേസ്റ്റ് ട്യൂബ്, ഫിഷ് ആൻഡ് മീറ്റ് വേസ്റ്റ്. ഇതൊക്കെയാണ് ഇത് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ക്ലാസിഫൈ and tabulate them in such a way that they can be disposed in approximated bins as shown in the figure. അപ്പോൾ എന്താണ് ഇവിടെ ജൈവമാലിന്യം ഇവയെ എന്താണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ള അനുയോജ്യമായ ബിന്നുകളിൽ നിക്ഷേപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തരംതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് അല്ലെ, ജൈവ മാലിന്യങ്ങൾ. അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഫുഡ് വേസ്റ്റ് ഒക്കെ എന്താണ് ജൈവ മാലിന്യങ്ങളാണ് അല്ലെ. ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എന്താണ് പ്ലാസ്റ്റിക് വരുന്നുണ്ട് അല്ലേ, പിന്നെ എന്താണ് CF ലാമ്പ് വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട് അല്ലേ. then എന്താണ് ഹസാർഡസ് വേസ്റ്റ് പറഞ്ഞാൽ എന്താണ് അപകടകരമായ മാലിന്യം, അത് ഇതിൽ തിരിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കുക നോക്കിയിട്ട് ഇതിലേക്ക് മാറ്റി എഴുതുക കേട്ടോ. ഓക്കെ, haven't you properly sorted out the garbage? Do you practice this method at home and school? What is the advantages of sorting waste at its origin itself? അപ്പോൾ വേസ്റ്റിനെ അനുയോജ്യമായ രീതിയിൽ പൊല്യൂഷനെ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ചല്ലോ. വീട്ടിലും സ്കൂളിലും നിങ്ങൾ ഈ രീതി അവലംബിക്കാറുണ്ടോ? ഉറവിടത്തിൽ തന്നെ മാലിന്യം ഇങ്ങനെ തരംതിരിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ലാസ്റ്റിൽ അങ്ങനെ ബുദ്ധിമുട്ടാവണ്ട അല്ലെ. വാട്ട് ഷുഡ് വി ഡു ആഫ്റ്റർ സോർട്ടിങ് ദിസ് ഗാർബേജ് ഡിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സയന്റിഫിക് മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സയന്റിഫിക് മെത്തേഡ് എന്താന്ന് നോക്കാം. എന്താ മാലിന്യ സംസ്കരണം, അതിന്റെ ശാസ്ത്രീയ രീതികൾ. ദ മോസ്റ്റ് appropriate method to dispose is to dispose the waste at the source itself. Then അപ്പോൾ the most appropriate method is to dispose the waste at the source itself. This is known as waste management at source. എന്താണ് ഈ പൊല്യൂഷൻ, അതായത് ഈ വേസ്റ്റിനെ അവ ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ
എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം അല്ലെ. ഇതാണ് എന്ത് വേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താണ് ഇഫ് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെഗ്രിഗേറ്റ് ദ വേസ്റ്റ് അറ്റ് ദ സോഴ്സ് ഇറ്റ്സെൽഫ്. Some of the waste you have sorted out can be used to make organic manure. Which are they? അപ്പൊ എന്താ അവിടെ പറയുന്നത്, നമ്മൾ ഈ മാലിന്യങ്ങളെ വേസ്റ്റിനെ അവ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും ഉചിതമായ മാർഗം അല്ലെ. ഇതാണ് എന്ത് വേസ്റ്റ് മാനേജ്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാലിന്യങ്ങളെ വേസ്റ്റിനെ ഉറവിടത്തിൽ തന്നെ എന്താണ് തരം തിരിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തരംതിരിച്ച മാലിന്യങ്ങളിൽ ചിലത് എന്താണ് ഓർഗാനിക് മാന്യൂർ ആയിട്ട് നിർമ്മിക്കുന്നത് ഉപയോഗിക്കാൻ കഴിയും അല്ലെ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? Organic waste can be broken down into simpler chemical compounds with the help of microorganisms. They decompose to form nitrate, phosphate and sulfate, which are helpful for plants growth. Hence, they can be used as a fertilizers. Bio-waste can become organic manure only if it is treated in proper way. There are three main methods of bio-waste management at a household level. Vermicomposting, air contact composting, production of biogas. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഓർഗാനിക് വേസ്റ്റിനെ സൂക്ഷ്മാണുക്കള് മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് ഇത് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഈ സൂക്ഷ്മാണുക്കളുടെ മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തോടെ സിംപ്ലർ കെമിക്കൽ കോമ്പൗണ്ട് ആക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ വളർച്ചയ്ക്ക് സഹായകമാണ് അല്ലെ. അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ ഓർഗാനിക് മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ജൈവ വളമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡിലൂടെ നമ്മൾ അത് ട്രീറ്റ് ചെയ്താൽ എന്താവുള്ളൂ, ഓർഗാനിക് മാന്യൂർ ആയിട്ട് നമുക്ക് മാറുകയുള്ളൂ അല്ലെ. ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അതെന്താൻ പറ്റുള്ളൂ, ജൈവ വളമായി മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതികളാണ് ഉള്ളത് കേട്ടോ. എന്താണ് 3 മെയിൻ മെത്തേഡ്സ് ബയോവേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് ഹൗസ് ഹോൾഡ് ലെവലില്. അതൊക്കെയാണ് വെർമി കമ്പോസ്റ്റിംഗ് അല്ലെ, മണ്ണിര കമ്പോസ്റ്റിംഗ്, എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് നിർമ്മാണം. വെർമി കമ്പോസ്റ്റ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് യൂസിംഗ് എർത്ത് വർംസ്. ദിസ് ഈസ് ഓൾസോ എ മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. Plastic container, large pots and cement tanks are used for vermicomposting. Earthworms takes in organic matter and their excreta turns into manure. Manure produced by vermicomposting is superior to other manure. എന്താ ഇവിടെ പറയുന്നത്, ഈ മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണെന്ത് ഈ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണ് അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു മെത്തേഡാണ് ഇത് അല്ലെ. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ ഈ വെർമി കമ്പോസ്റ്റ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിലെ ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, എന്താ അവിടെ പറയുന്നത്, എർത്ത് വേംസ് ടേക്സ് ഇൻ ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എർത്ത് വേംസ് എടുത്തിട്ട് അതിന്റെ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ അത് മാന്യൂർ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് വിസർജ്യം വളമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ വെർമി കമ്പോസ്റ്റ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ് കേട്ടോ. മാന്യൂർ പ്രൊഡ്യൂസ്ഡ് ബൈ വെർമി കമ്പോസ്റ്റിംഗ് ഈസ് സുപ്പീരിയർ ടു അതർ മാന്യൂർ. വേറെയുള്ള കമ്പോസ്റ്റിംഗ് അതായത് വേറെയുള്ള മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചത് ഏതാണ്, ഈ വെർമി കമ്പോസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് ഏതാണെന്ന് നോക്കാം നമുക്ക്. ഏതാണ്? ഒബ്സർവ് ദ പിക്ചർ. ആർ യു ഫെമിലിയർ വിത്ത് ദിസ് സിസ്റ്റം? ചിത്രം നിരീക്ഷിക്കൂ. ഈ സംവിധാനം നിങ്ങൾക്ക് പരിചയമുണ്ടോ? A biocomposter bin consists of specially designed containers for waste management. They are arranged in tiers are shown in the figure. The process taking place in it is air contact composting. Find out how it works.
ചിത്രം നിരീക്ഷിക്കാതെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എന്താണ് ബയോ കമ്പോസ്റ്റർ ബിൻ കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യലി ഡിസൈൻ കണ്ടെയ്നർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ വേസ്റ്റ് മാനേജ്മെന്റിന് ഉതകുന്ന വിധം പ്രത്യേക രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി അടുക്കി വെച്ചിട്ടുള്ള ഒരു ബയോ കമ്പോസ്റ്റർ ബിന്നാണ് ഇത് അല്ലെ. ഇതിൽ നടക്കുന്ന എന്താണ് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇതിൽ നടക്കുന്നത് എന്താണ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇറ്റ് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് ആണ് അല്ലെ. ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കുക ബയോ കമ്പോസ്റ്റർ ബിന്നില്. ഓക്കെ, ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഇനി എന്താണ് ജൈവവാതക നിർമ്മാണം അല്ലെ. എ ബയോഗ്യാസ് പ്ലാന്റ് ഇസ് എ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് വേസ്റ്റ് ഇൻടു ഫ്യൂൽസ് ഇൻ ടു ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇൻ ദിസ് മെത്തേഡ് അലോങ് വിത്ത് വേസ്റ്റ് മാനേജ്മെന്റ് cooking gas is also obtained as a product. Visit a biogas plant and learn about it working. Write it in the science diary. എന്താ ഇവിടെ പറയുന്നത്? ഈ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. ഓക്സിജന്റെ അഭാവത്തിൽ എന്താണ് ഓക്സിജൻ ഇല്ലാത്ത ഓക്സിജന്റെ ആബ്സെൻസിൽ ഈ മാലിന്യം സംസ്കരിച്ച് എന്താണ് ഈ waste in the absence of in this method waste management cooking gas is also obtained as a product അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഈ ഓക്സിജന്റെ ആബ്സെൻസിൽ വേസ്റ്റ് സംസ്കരിച്ചിട്ട് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മാലിന്യ സംസ്കരണം നടക്കുന്നതോടൊപ്പം എന്താണ് നമുക്ക് കുക്കിംഗ് ഫ്യൂൽസ് ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബുക്കിൽ എഴുതുക കേട്ടോ. വി ക്യാൻ മാനേജ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ യൂസിംഗ് ദ അബോവ് മെത്തേഡ്. കളക്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഈച്ച് മെത്തേഡ്. എന്താണ് വീട്ടിലും സ്കൂളിലും ഉണ്ടാക്കുന്ന ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ നമുക്ക് മേൽ പറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്താക്കാൻ പറ്റും സംസ്കരിക്കാവുന്നതാണ്. ഓരോ മാർഗത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. എനി വൺ ഓഫ് ദിസ് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു മാനേജ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കാൻ പറ്റുന്ന ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ. ചിലരിത് ഇങ്ങനത്തെ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, then paper and paper product can be recycled, but can all non-biodegradable waste be disposed in the same way? Plastic products that are very thin cannot be recycled. What would be the reason for banning the production and the distribution of very thin plastic covers? What measures can be taken to reduce non-biodegradable waste? എന്താണ് കടലാസും കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ് നമുക്ക് റീസൈക്കിൾഡ് ആണ്. എപ്പോൾ ഒന്നും കൂടി എന്താക്കാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അത് റീസൈക്കിൾഡ് ഇതിനെ വിധേയമാക്കാൻ കഴിയില്ല. എന്നാൽ ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകൾ എന്താക്കാൻ പറ്റൂല ഒരുപോലെ നമുക്ക് സംസ്കരിക്കാൻ കഴിയുമോ? അതായത് കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ എന്താണ് നമുക്ക് എന്താക്കാൻ പുനഃസംസ്കരണത്തിന് വിധേയമാക്കാൻ കഴിയും. എന്നാൽ ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്താണ് എല്ലാം ഒരുപോലെ നമുക്ക് സംസ്കരിക്കാൻ കഴിയുമോ? വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിളിന് വിധേയമാക്കാൻ കഴിയില്ല. വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപാദനവും വിതരണവും തടയുന്നതിന്റെ കാരണം എന്തായിരിക്കും? എന്താണ് പിന്നെ പറയുന്നത് നോക്കൂ. ഈ അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും? ഹാവന്റ് യു ഹേർഡ് 3 R's? വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? 3 Rനെ എന്ന് കേട്ടിട്ടില്ല. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 3 R അല്ലെ. അല്ലെ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അല്ലെ. റെഡ്യൂസ് പറഞ്ഞാൽ ഉപയോഗം കുറയ്ക്കുക, റീയൂസ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗം ചെയ്യുക, റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പുനഃചംക്രമണം ചെയ്ത് വർദ്ധിക്കുക അല്ലെ. ഒന്നും കൂടി അത് ഉണ്ടാക്കിയിട്ട് വേറെ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ഉപയോഗിക്കുക. ദെൻ it is a strategy adopted worldwide to reduce the amount of a non-biodegradable waste. It has to become a part of our life and culture. ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണിത്. ഇത് ജീവിതത്തിന്റെ ഭാഗവും സാംസ്കാരികമായും മാറേണ്ടതാണ്. ലൈഫും കൾച്ചറൊക്കെ ആയിട്ട് മാറേണ്ടതാണ്. എന്താണ് റെഡ്യൂസ്, മിനിമൈസ്ഡ് യൂസ് അല്ലെ. എന്താണ് ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കപ്പ്, പിന്നെന്താണ് പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലേറ്റ്, പിന്നെ മിനറൽ വാട്ടർ ബോട്ടിൽ. ഇതൊക്കെ എന്താണ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലെ. ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഇനി റീയൂസബിൾ ഓൺലി ദോസ് വിത്ത് സ്റ്റാൻഡേർഡ് ഗ്രേഡ്സ് അല്ലെ. നമുക്ക് എന്താ റീയൂസ് ചെയ്യേണ്ടത് അല്ലെ. അതെന്താണ് നല്ല ഗ്രേഡ് ഉള്ളവ മാത്രമേ പറ്റൂല്ലേ. പ്ലാസ്റ്റിക് ബാഗ്, പിന്നെന്താണ് പ്ലാസ്റ്റിക് ജാർസ്, പിന്നെ പ്ലാസ്റ്റിക് കട്ടൻസിൽസ്, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ റീയൂസ് ചെയ്യാം. ഇനി അടുത്ത എന്താ റീസൈക്കിൾ അല്ലെ. റീസൈക്കിളബിൾ ആയിട്ടുള്ളത് അല്ലെ. അതായത് ഒന്നും കൂടി നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. മെറ്റൽ പ്രോഡക്റ്റ്,
പിന്നെന്താണ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് അതൊക്കെ അല്ലേ. ഓക്കെ, ദെൻ ഹരിത കർമ്മസേന. ഹരിത കർമ്മസേന നമ്മളെ വീട്ടിലൊക്കെ വരുന്നതാണ് അല്ലേ. നോക്കാം, ഇൻ അവർ സ്റ്റേറ്റ് ഹരിത കർമ്മസേന ഈസ് പ്ലേയിങ് എ മേജർ റോൾ ഇൻ ട്രാൻസ്പോർട്ടിംഗ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ടു ദ treatment centers. Enquire more about the activities of Harita Karma Sena and write them in the science diary. Local self-governments are implementing various activities to avoid environmental pollution. Collect information about such activities. Prepare a report and present it before the class. എന്താണ് ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് അല്ലെ, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെ എന്താണ് സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ഹരിത കർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നിങ്ങൾ ബുക്കിൽ എഴുതുക. പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ എന്താണ് പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈ ലൊക്കാലിറ്റി ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്ട്. എന്താണ് ഇവിടെ പറയുന്നത്? എന്റെ നാട്ടിലെ മലിനീകരണ പ്രശ്നങ്ങൾ അന്വേഷണ പ്രൊജക്ട് ആണ്. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് എയർ, വാട്ടർ ആൻഡ് സോയിൽ ആർ പൊല്യൂട്ടഡ് ആൻഡ് their consequences. Conduct a study to find out whether such a conditions exist in your locality of air, water and soil. Write your hypothesis regarding this topic in your science diary. What observations are needed for conducting the study? What information are to be collected? Analyze the data and prepare a project report including your findings and recommendations. Present it before the class and invited guests and discuss. എന്താണ് നമുക്ക് വായു, അതായത് എയർ, വാട്ടർ, സോയിൽ എന്നിവ മലിനീകരിക്കപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നാം മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ പ്രദേശത്ത് എയർ, വാട്ടർ, സോയിൽ എന്നിവ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതിനായി ഒരു പഠനം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ പരികല്പനകൾ പുസ്തകത്തിൽ എഴുതണം. ഈ പഠനം നടത്തുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്, എന്തെല്ലാം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിലും മുന്നിലും അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ. എന്താണ് മാലിന്യമുക്ത ഹരിത വിദ്യാലയം അല്ലെ. ഡിസ്കസ് ഇൻ ക്ലാസ് ദി സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു മേക്ക് യുവർ സ്കൂൾ എ വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ. എന്താണ് നിങ്ങളുടെ വിദ്യാലയത്തെ ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, ആക്ഷൻസ് ടു ബി ടേക്കൺ, എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് നോക്കൂ, എന്താ ലക്ഷ്യങ്ങള്? ഗാർബേജ് ഡിസ്പോസൽ ഓഫ് നൂൺ മീൽ, ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം. പേപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം. കൺസ്ട്രക്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. ഈ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്ഷൻസ് എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റീസ് യു ഹാവ് പ്ലാൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എവറി വൺ ഇൻ ദ സ്കൂൾ. അച്ചീവ് ദ ഗോൾ ഓഫ് എ സീറോ വേസ്റ്റ് ഗ്രീൻ സ്കൂൾ ത്രൂ ഇറ്റ്. എന്നാൽ നിങ്ങൾ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ എല്ലാവരുടെയും സഹായത്തോടെ നടപ്പിലാക്കുക. അതിലൂടെ എന്താണ് നമുക്ക് ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം നേടിയെടുക്കുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്സ് to protect water, soil and air from being polluted. വെള്ളവും മണ്ണും വായുവും മലിനീകരിക്കാതെ സംരക്ഷിക്കേണ്ട ഓരോ മനുഷ്യന്റെയും കടമയാണ് അല്ലെ. എല്ലാവരുടെ കടമയാണ് ഇതൊക്കെ പൊല്യൂട്ട് ആവാതെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് ലൈഫിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവുന്നതും നല്ല കാര്യങ്ങളൊക്കെ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ പൊല്യൂഷൻ ഉള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, കഴിയുന്നതും ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക്